ഒരു മുന്നറിയിപ്പുമില്ലാതെ യാതൊരു ആനുകൂല്യങ്ങളും നൽകാതെ തൊഴിലുടമക്ക് തൊഴിലാളിയെ പിരിച്ചുവിടുന്നതിന് അധികാരമുണ്ട്. ചില സാഹചര്യങ്ങളിൽ ചില കാരണങ്ങൾ കൊണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ കാരണം യഥാർത്ഥ ഐഡന്റിറ്റി മറച്ചുവെക്കുന്നതിന് വ്യാജ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുക, വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, വ്യാജ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ വ്യാജ മറ്റേതെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി കമ്പനിയിൽ ജോലി നേടുക. ശേഷം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തൊഴിലാളിയെ ഉടനെ ഒഴിവാക്കാനുള്ള അവകാശം തൊഴിലുടമക്കുണ്ട്. അതിൽ രണ്ടാമത്തെ കാരണം തൊഴിലുടമക്ക് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തുന്ന രീതിയിലുള്ള ഒരു തെറ്റ് തൊഴിലാളിയിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ തൊഴിൽ മന്ത്രാലയത്തെ അറിയിക്കണം. അതോടൊപ്പം തൊഴിലാളിയെ ഒഴിവാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും തൊഴിലുടമക്ക് ചെയ്യാവുന്നതാണ്. അതിൽ മൂന്നാമത്തെ കാരണം തൊഴിലാളികളുടെയും സ്ഥാപനത്തിൻ്റെയും ഉയർച്ചയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നിലധികം തവണ ഏതെങ്കിലും ഒരു തൊഴിലാളി ലംഘിച്ചാൽ പലതവണ മുന്നറിയിപ്പ് കൊടുത്തിട്ടും വീണ്ടും വീണ്ടും ലംഘിച്ചു കഴിഞ്ഞാൽ ആ തൊഴിലാളിയെ ഒഴിവാക്കാനുള്ള അധികാരം തൊഴിലുടമക്ക് ഉണ്ട്. നാലാമത്തെ കാര്യം തൊഴിൽ കരാർ പ്രകാരം തൊഴിലാളിയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ജോലികളും കർത്തവ്യങ്ങളും നിർവഹിക്കുന്നതിൽ നിന്ന് തൊഴിലാളി ഒന്നിൽ കൂടുതൽ തവണ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ തൊഴിലാളിയെ ഒഴിവാക്കുന്നതിന് തൊഴിലുടമക്ക് അധികാരമുണ്ട്. അഞ്ചാമത്തെ കാര്യം സ്ഥാപനത്തിന്റെയും സ്ഥാപനത്തിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചുമുള്ള രഹസ്യ വിവരങ്ങൾ കോൺഫിഡൻഷ്യൽ ഡാറ്റാസ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തൊഴിലുടമക്ക് ഈ തൊഴിലാളിയെ ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ. ആറാമത്തത് ജോലി സമയത്ത് മദ്യപിച്ചതായിട്ടോ മയക്കമരുന്ന് ഉപയോഗിച്ചതായിട്ടോ വളരെ വ്യക്തമായ തെളിവോടുകൂടി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഈ തൊഴിലാളിയെ ഒഴിവാക്കാവുന്നതാണ്. ഏഴാമത്തത് തൊഴിലുടമക്കോ മറ്റേതെങ്കിലും ചുമതലകൾ വഹിക്കുന്ന മറ്റാർക്കെങ്കിലുമോ തൊഴിലാളിയിൽ നിന്ന് അക്രമം നേരിട്ട് കഴിഞ്ഞാൽ ജോലി സ്ഥലത്ത് വെച്ച് ജോലി സമയത്ത് യാതൊരു പ്രകോപനവുമില്ലാതെ തൊഴിലാളിയിൽ നിന്ന് അക്രമം നേരിട്ട് കഴിഞ്ഞാൽ തൊഴിലാളിക്കെതിരെ ഇതുപോലെ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. എട്ടാമത്തത് ജോലി സ്ഥലത്ത് വെച്ച് ജോലി സമയത്ത് സഹപ്രവർത്തകരുമായി വഴക്കുണ്ടാക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു തൊഴിലാളി രേഖാമൂലം അറിയിച്ചിട്ടും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഇതുപോലെ ഈ തൊഴിലാളിക്കെതിരെ ഇതുപോലെ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഒമ്പതാമത്തത് നിയമപരമായ കാരണമില്ലാതെ തുടർച്ചയായി 7 ദിവസം ജോലിക്ക് ഹാജരാവാതിരിക്കുക. അതല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഇടവിട്ട ദിവസങ്ങളിൽ 15 ദിവസം ജോലിക്ക് ഹാജരാകാതിരിക്കുക. യാതൊരു കാരണവുമില്ലാതെ നിയമപരമായ കാരണമില്ലാതെ തുടർച്ചയായ 7 ദിവസം അതല്ലെങ്കിൽ ഒരു വർഷത്തിൽ 15 ദിവസം ഇടവിട്ട് 15 ദിവസങ്ങൾ ജോലിക്ക് ഹാജരാകാതിരുന്നാൽ ആ തൊഴിലാളിക്കെതിരെ ഇതുപോലെ മുന്നറിയിപ്പില്ലാതെ ആ ജോലിയിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ. പത്താമത്തത് തൊഴിലാളി ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും കുറ്റക്കാരനാണെന്ന് കോടതി അന്തിമ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ തൊഴിലാളിക്കെതിരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ യാതൊരു ആനുകൂല്യങ്ങളും നൽകാതെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാവുന്നതാണ്. ഓക്കെ.